ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ക്രിയേറ്റീവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കുറച്ച് മാജിക് ട്രിക്സ് ചെയ്യാം. അതായത് വെറും റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ മാജിക് ട്രിക്സ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റബ്ബർ ബാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ പോയാലും കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് മാജിക് ചെയ്യാൻ ഒരു സംഭവം ഇല്ലെങ്കിലും നമുക്ക് റബ്ബർ ബാൻഡ് വെച്ച് മാജിക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ കുറച്ച് മാജിക് ട്രിക്സ് റബ്ബർ ബാൻഡിലൂടെ പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അയക്കുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ച കുറച്ച് മാജിക് ഉണ്ടല്ലോ, അതായത് റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. ആദ്യമേ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം മാജിക്. ഇതാ എൻ്റെ കയ്യിൽ 2 റബ്ബർ ബാൻഡ് ഉണ്ട്. ഞാൻ എൻ്റെ കൈ ഒന്നിങ്ങനെ ഉരക്കുകയാണ്. ഇതാ ഇത് ലിങ്കായി കാണുക. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ ഉരക്കുകയാണ്. ഇതാ ഇത് ഡിസ്ലിങ്കായി. അപ്പോൾ ഒരു ട്രിക്ക് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ആദ്യമേ നിങ്ങൾക്ക് വേണ്ടെന്ന് പറയുമ്പോൾ 2 റബ്ബർ ബാൻഡാണ്. ആദ്യം ഒരു റബ്ബർ ബാൻഡ് എടുത്ത് ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഈ റബ്ബർ ബാൻഡ് എടുത്ത് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. അത് നോക്കിക്കോ, ഇതിനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കണ്ടോ, ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഓഡിയൻസിന് എന്തായാലും 2 റബ്ബർ ബാൻഡ് ഉള്ള പോലെ തോന്നും. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ളൊരു മിഡിൽ ഫിംഗർ റിലീസാക്കുക. അപ്പോൾ ഞാൻ റിലീസാക്കി, അപ്പോൾ അത് ലിങ്കായി. എന്നിട്ട് പിന്നെ ഒന്ന് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്തിട്ട് ഈ മിഡിൽ ഫിംഗർ കൊണ്ട് റിലീസാക്കുക. അപ്പോൾ അത് ഡിസ്ലിങ്കായി. അപ്പോൾ ഇതാണ് ഈ മാജിക്കിൻ്റെ ട്രിക്ക്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. എവിടെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പെർഫോം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ രണ്ടാമത്തെ മാജിക് ട്രിക്കിലോട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ ലിസ്റ്റിലെ രണ്ടാമത്തെ മാജിക് എന്ന് പറയുമ്പോൾ ഒരു പേനയും ഒരു റബ്ബർ ബാൻഡും വെച്ചിട്ടായിരുന്നു. അതായത് എൻ്റെ കയ്യിൽ ഒരു പേനയും ഒരു റബ്ബർ ബാൻഡ് ഇരിക്കുന്നു. ഇനിയിപ്പോൾ നോക്കിക്കോ, 1 2 3. ഈ പേന ഈ റബ്ബർ ബാൻഡ് അകത്തായി. അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ആദ്യമേ നിങ്ങൾക്ക് വേണ്ടെന്ന് പറയുമ്പോൾ ഒരു പേനയും ഒരു റബ്ബർ ബാൻഡും. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ ഈ റബ്ബർ ബാൻഡ് എടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഈ റബ്ബർ ബാൻഡ് എടുത്തതിന് ശേഷം ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ കൈ ഇടുക, കാണാൻ സാധിക്കും. എന്നിട്ട് ഈ മിഡിൽ ഫിംഗർ വെച്ച് ഇങ്ങനെ ആക്കുക. നമ്മൾ സിമ്പിളാണ്. ഇങ്ങനെ എടുക്കുക, എന്നിട്ട് മിഡിൽ ഫിംഗർ വെച്ച് ഇങ്ങനെ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. എന്നിട്ട് നിങ്ങൾ നോക്കിയോ, ഈ പേന ഇങ്ങനെ വയ്ക്കുന്നു. അപ്പോൾ അത് നിങ്ങൾ ഓഡിയൻസിനെ കാണിക്കുകയാണ്. 1 2 3 പറയുമ്പോൾ മിഡിൽ ഫിംഗർ വിടുക. അപ്പോൾ ഇത് ഇതിൻ്റെ അകത്തായി കണ്ടോ. അപ്പോൾ ഇതാണ് ഈ മാജിക്കിൻ്റെ ട്യൂട്ടോറിയൽ. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ മൂന്നാമത്തെ മാജിക് ട്രിക്കിലോട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മളുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ മാജിക് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ റബ്ബർ ബാൻഡ് ഇരിക്കുന്നു. 3 2 1. ഇതാ ഇപ്പോൾ ഇത് ഇവിടെ ആയി. അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ആദ്യം നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഒരു ഒറ്റ റബ്ബർ ബാൻഡാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാ നിങ്ങൾ ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇടുക, എന്നിട്ട് ഇങ്ങനെ വലിക്കുക. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിളായിട്ട് ഇടാം. എന്നിട്ട് ഇങ്ങനെ വലിക്കുക, എന്നിട്ട് ഇങ്ങനെ വയ്ക്കുക, കാണാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ 1 2 3 പറയുമ്പോൾ റിലീസ് ആവുക. അപ്പോൾ ഈ കയ്യിലാവും. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ ഇടുക, ഇങ്ങനെ ആക്കുക, 1 2 3. അപ്പോൾ ഇതൊരു സിമ്പിൾ മാജിക് ട്രിക്കാണ്. ഇത് നിങ്ങൾക്ക് എവിടെ പോയാലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു മാജിക് ട്രിക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ നാലാമത്തെ ട്രിക്കിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ലിസ്റ്റിലെ നാലാമത്തെ മാജിക് എന്ന് പറയുമ്പോൾ ഇത് നോക്കിക്കോ, എല്ലാം ഒരു പൊട്ടിയ റബ്ബർ ബാൻഡും ഒരു റിങ്ങുമാണ് ഇരിക്കുന്നത്. എന്നിട്ട് 3 2 1. ഇപ്പോൾ റിങ് പയ്യെ നിങ്ങൾക്ക് മുകളിലോട്ട് പോകുന്നത് കാണാം. യെസ്, അപ്പോൾ എൻ്റെ ട്രിക്ക് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ആദ്യമേ നിങ്ങൾക്ക് വേണ്ടത് ഒരു പൊട്ടിയ റബ്ബർ ബാൻഡും ഒരു റിങ്ങുമാണ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം.
ആദ്യമേ നിങ്ങൾ റിങ് എടുക്കുക, എന്നിട്ടൊരു പൊട്ടി റബ്ബർ ബാൻഡ് എടുക്കുക, ഇങ്ങനെ വയ്ക്കുക, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇത്രയും വലിച്ചു പിടിക്കുക. അപ്പോൾ ബാക്കി നമ്മൾ ഇത്രയും ഭാഗമുണ്ട്. അപ്പോൾ ഈ ഭാഗം നമ്മുടെ കൈയുടെ അകത്ത് തന്നെ നമ്മൾ മടക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, നമ്മളിങ്ങനെ എടുക്കുന്നു, ഈ കൈയുടെ അകത്ത് തന്നെ മടക്കി വയ്ക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും ഭാഗം അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ നോക്കിയോ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മടക്കി വെച്ച ഭാഗം പയ്യെ റിലീസ് ചെയ്യാണ്. നോക്കിയോ, ഇതിങ്ങനെ റിലീസ് ചെയ്യാണ്. അപ്പോൾ റിലീസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇത് നൈസാ മുകളിലോട്ട് നീങ്ങുന്നതായിട്ട് കാണാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മാജിക്കിൻ്റെ ട്രിക്ക്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ 5ാമത്തെ വീഡിയോയുടെ ട്രിക്കിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ലിസ്റ്റിൽ 5ാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ മാജിക് എന്ന് പറയുമ്പോൾ ഒരു ഫോൺ വെച്ചിട്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. 1 2 3. ഇപ്പോൾ ഈ റബ്ബർ ബാൻഡ് ഫോണിൻ്റെ അകത്തായി. അപ്പോൾ അതിൻ്റെ ട്രിക്ക് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ഇതിനായി നിങ്ങൾക്ക് വേണ്ടത് ഒരു ഫോണും ഒരു റബ്ബർ ബാൻഡുമാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഈ റബ്ബർ ബാൻഡ് എടുത്ത് ഇതാ ഇങ്ങനെ കൈയുടെ അകത്തിടുക. എന്നിട്ട് ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് നിങ്ങൾ അതേപോലെ ചെയ്യുക. നോക്കിക്കോ, ഇതാ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇത്ര ചെയ്തതിന് ശേഷം നിങ്ങളൊരു ഫോൺ എടുക്കുക. എന്നിട്ട് 1 2 3 അടിക്കുമ്പോൾ റബ്ബർ ബാൻഡിൻ്റെ അകത്ത് വന്ന് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ട്രിക്ക് വളരെ സിമ്പിളാണ്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അയക്കുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് മതിയാക്കാം. അതുവരെയ്ക്കും